നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്ററാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിരുന്ന ചാപ്റ്റർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് അതിൻ്റെ ഇക്വേഷൻ ആണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇതായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷന്. ആ ചാപ്റ്ററിൽ നമ്മൾ കംപ്ലീറ്റ് പ്രോബ്ലംസും ചെയ്തത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി ഇതേപോലെ തന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് തിയറീസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് തിയറീസ് നോക്കാം. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇവൻ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് റെയർ ഇവൻസിൻ്റെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഏതെങ്കിലുമൊക്കെ ഒരു ഇവൻ്റ് ഉണ്ടാവും, ആ ഒരു ഇവൻ്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻസ് എന്നാണ് പറയുന്നത്. ഇംപ്രോബബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോബബിലിറ്റി കുറഞ്ഞ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഇല്ലാത്ത, നടക്കാൻ സാധ്യത ഇല്ലാത്ത ഇവൻസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ ലോ ഓഫ് ഇംപ്രോബബിൾ ഇവൻസ് എന്നും പറയും. എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന ഒരു വേരിയബിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇ റേസ് ടു മൈനസ് എം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ സിമ്പിളൊന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെ സിമ്പിൾ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റു എന്നാണ്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ ഇതാണ്: ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എക്സിന് എന്താണ്, എൻ എത്രയാണോ ഉള്ളത് അത്രയും വാല്യൂസ് എക്സിൽ വരും. അതായത് എക്സിൻ്റെ വാല്യൂ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എൻ 5 ആണെന്നുണ്ടെങ്കിൽ 5 വരെയുള്ള വാല്യൂസ് എക്സിന് വരും. ഇനി എൻ 100 ആണെങ്കിൽ 100 വരെയുള്ള വാല്യൂസ് എക്സിന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ആകെ കണ്ടുപിടിക്കേണ്ടത് എം ആണ്. എം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ എം എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് എന്ത്? മീൻ എന്ന് പറയുന്നത് എൻ പി ആണ്, എൻ ഇൻറ്റു പി ആണ് മീന്. അപ്പോൾ ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ചില ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മീന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ മീനിനെ എം ആയിട്ട് എടുക്കുക. ഇനി ചില കേസിൽ ഡയറക്റ്റായിട്ട് മീൻ തരാത്ത കേസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്നും പിയും ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ആ എന്നും പിയും കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എം കിട്ടും. ഇതാണിപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഇത് മറക്കരുത്. ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ എം എന്ന് പറഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് എം ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ എൻ ഇൻറ്റു പി ചെയ്തിട്ട് നമ്മൾ എം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. പിന്നെ എക്സിൻ്റെ വാല്യൂസ് 0 തൊട്ട് ഏത് സംഖ്യ വരെയും ആവാം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറി വരും. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത്? എം ഈസ് ദ പാരാമീറ്റർ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരേ ഒരു പാരാമീറ്ററാണ് എം. ഈ എം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ദ മീൻ ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനാണ് എം എന്ന് പറയുന്നത്.
ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യാൻ എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എന്തൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ് ഈസ് വെരി ലാർജ്. നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലാർജ് ആയിരിക്കണം. അതായത് ഒരു 100 ആവാം, n 200 ആവാം. അപ്പോൾ n ലാർജ് ആണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. അതായത് ഓരോ ട്രയലിലും സക്സസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഫോർ ഈച്ച് ട്രയൽ ഈസ് വെരി സ്മോൾ. നമ്മൾ പറഞ്ഞതാണ് പി ആണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. പ്രോബബിലിറ്റി ഓഫ് സക്സസിനെ നമ്മൾ പി എന്നുള്ള ലെറ്റർ കൊണ്ടായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിനോട്ട് ചെയ്തിരുന്നത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്താണ്, പി ആണ്. പിന്നെ അടുത്തൊരു കണ്ടീഷൻ പറയുന്നത് എൻ പി ഈസ് ഫിനിറ്റ്. എൻ പി എന്ന് പറഞ്ഞാൽ എന്താണ്, മീന് ഫിനിറ്റ് ആവുന്ന കേസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യാൻ പറ്റും. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ അല്ലെങ്കിൽ എൻ പി ആണ് എന്തെന്ന് പറയുന്നത്, എം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് ട്രയൽസ് ലാർജ് ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞത് ഓരോ ട്രയലിലും സക്സസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞത് എൻ പി ഫിനിറ്റ് ആയിരിക്കണം. എൻ പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എം ആണ്. ഇനി അടുത്തത് നോക്കാനുള്ളത് യൂസസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുന്നത്. ക്യൂയിങ് തിയറി, ഇൻഷുറൻസ്, ഫിസിക്സ്, ബയോളജി, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള ഫീൽഡുകളിലൊക്കെ തന്നെ ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വേർ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ ബി യൂസ്ഡ്. അതായത് റിയൽ ലൈഫിൽ നമുക്ക് എവിടെയൊക്കെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഉപയോഗിക്കാം, അതിൻ്റെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൗണ്ട് ദി നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് അറ്റ് ദി സൂപ്പർ മാർക്കറ്റ്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടെ ഓരോ മണിക്കൂറിലും എത്ര കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. സൂപ്പർ മാർക്കറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ഓരോ മണിക്കൂറിലും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് ആണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മണിക്കൂറിലോ അല്ലെങ്കിൽ 2 മണിക്കൂർ കൂടുമ്പോഴൊക്കെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാൻ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. രണ്ടാമതായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ടു കൗണ്ട് ദി നമ്പർ ഓഫ് ഡിഫക്റ്റ് പെർ യൂണിറ്റ് ഓഫ് എ മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു, ആ ഒരു പ്രൊഡക്ട്സിൽ എത്ര നമ്പർ ഓഫ് പ്രൊഡക്റ്റ് ഡിഫക്റ്റീവ് ആയിട്ടുണ്ട് ഇത് കൗണ്ട് ചെയ്യാൻ നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. പിന്നെ അടുത്തൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടു കൗണ്ട് ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ സേ പിൻസ് ബ്ലേഡ്സ് ഇൻ എ പാക്ക് ഓഫ് മാനുഫാക്ചേർഡ് ഗുഡ്സ് ബൈ എ കൺസേൺ. അതായത് ഒരു കമ്പനി, കൺസേൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കമ്പനി കുറച്ച് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയാണ്. ആ ഗുഡ്സിൽ പിന്നെ ബ്ലേഡ് തുടങ്ങിയിട്ടുള്ള ഗുഡ്സൊക്കെയാണ് ഉള്ളതെങ്കിൽ അതിൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലാസ്റ്റത്തെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനായിട്ട് പറയുന്നത് ടു കൗണ്ട് ദി നമ്പർ ഓഫ് ആക്സിഡൻറ്റ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ ഡേ ഓൺ എ ബിസി റോഡ്. അതായത് ഒരു തിരക്കുള്ള റോഡിൽ ഒരു ദിവസം എത്ര ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് ഇത് കൗണ്ട് ചെയ്യാനും നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു, സൂപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, ഒരു മാനുഫാക്ചേർഡ് പ്രൊഡക്റ്റിൽ എത്ര ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൽ എത്ര ഡിഫക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അതേപോലെ തന്നെ ഒരു തിരക്കുള്ള റോട്ടിൽ ഒരു ദിവസം എത്ര ആക്സിഡൻസ് നടക്കുന്നുണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഉപയോഗിക്കാൻ പറ്റും.
നെക്സ്റ്റ് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് ഈ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നാണ് നോക്കാനുള്ളത്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നു ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്, കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. അതിൽ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇഫ് എക്സ് ഫോളോസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ദെൻ എക്സ് ടേക്ക് വാല്യൂ 0, 1, 2 ടു ഇൻഫിനിറ്റി. അതായത് ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, ഏതെങ്കിലും ഒരു വേരിയബിൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 തൊട്ട് ഏത് നമ്പർ വേണമെങ്കിലും ആവാം, 0 ടു ഇൻഫിനിറ്റി ആണ് അവിടെ എക്സിന് വരുന്ന വാല്യൂസ്. എക്സ് 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, അങ്ങനെ 0 ടു ഇൻഫിനിറ്റി ഏത് സംഖ്യ വേണമെങ്കിലും എക്സിൻ്റെ വാല്യൂ ആയിട്ട് വരാം. അതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഹാസ് എ സിംഗിൾ പാരാമീറ്റർ എം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഒരേ ഒരു പാരാമീറ്ററേ ഉള്ളൂ, അതാണ് എം. ഈ എം ആണ് എന്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ ആണ് എന്ത് എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത്. ഈ എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് എന്ത് NP. N/P ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എം കിട്ടും. എം കിട്ടിക്കഴിഞ്ഞാൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലെ കംപ്ലീറ്റ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ ടു എം. ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും ഈക്വൽ ആണ്, അത് എമ്മിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്താണെന്ന് ചോദിച്ചാൽ അത് എം ആണ്. പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എം ആണ്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസും എന്ത് തന്നെയാണ് എം തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാഫ് പോവുക ഇങ്ങനെയായിരിക്കും. അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ്, മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്, താഴോട്ടാണെങ്കിൽ അതെന്താണ് നെഗറ്റീവാണ്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്.